തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താൻ പോലീസ് തയ്യാറെടുക്കുന്നു. ഭർത്തൃമാതാവ് അടക്കമുള്ള ബന്ധുക്കൾക്കെതിരെ സമാന വകുപ്പ് ചുമത്തി കേസെടുക്കുന്ന കാര്യവും പോലീസിന്റെ പരിഗണനയിലുണ്ട്. മരിച്ച ഷംനയുടെ മാതാപിതാക്കളുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തുമെന്നറിയുന്നു. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ ജയശങ്കർ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഷഹനയുടെ ഭർത്താവ് നൗഫലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പോലീസ് കേസെടുക്കും. നിലവിൽ FIR-ൽ പറയുന്നത് കുഞ്ഞിനെ കൊണ്ടുപോയ മാനസിക വിഷമത്തിൽ ഷഹന ആത്മഹത്യ ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പോലീസ് ഇന്ന് തന്നെ ഇയാളെ പ്രതി ചേർക്കും. ഒപ്പം ബന്ധുക്കളെയും ഈ വകുപ്പ് പ്രകാരം പ്രതി ചേർക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. ഇതിനൊക്കെ അപ്പുറം ബന്ധുക്കൾ വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കാരണം ഗാർഹിക പീഡനം നടന്നു, സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ക്രൂരതകൾ ഷഹന വീട്ടിൽ അനുഭവിച്ചു എന്നുള്ള വിഷയങ്ങളൊക്കെ ബന്ധുക്കൾ പോലീസിന് മുന്നിൽ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം എടുത്ത മൊഴി മറ്റും പരിശോധിച്ചുകൊണ്ട് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഗാർഹിക പീഡനം, അതുപോലെ സ്ത്രീധന നിരോധന നിയമപ്രകാരം ഏതെങ്കിലും വകുപ്പ് ചുമത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ബന്ധുക്കളുടെ മൊഴി പോലീസ് വിശദമായി പരിശോധിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കൂടുതൽ വകുപ്പുകൾ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തുക. എന്തായാലും പോലീസിനെ സംബന്ധിച്ചുള്ള വലിയൊരു പരിമിതി എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിൽ ഈ യുവതി സ്വന്തം വീട്ടിലായിരുന്നു. കഴിഞ്ഞ 3 മാസത്തോളമായി സ്വന്തം വീട്ടിലാണ് യുവതി താമസിക്കുന്നത്. ആ ഘട്ടത്തിലൊന്നും ഒരു തരത്തിലുള്ള പരാതിയും ഒരു പോലീസ് സ്റ്റേഷനിലും നൽകിയിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ പെട്ടെന്ന് മരണശേഷം ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ സാങ്കേതികമായി പോലീസ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി കൃത്യമായ മൊഴി രേഖപ്പെടുത്തി മാത്രമേ ഈ വിഷയത്തിൽ ഒരു കേസ് എടുക്കാൻ സാധിക്കൂ. മറ്റേത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ നിൽക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനകൾ നടത്തി മാത്രമായിരിക്കും പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള തുടർ വകുപ്പുകൾ ചേർക്കുന്ന കാര്യം ആലോചിക്കുക. എന്തായാലും ആത്മഹത്യാ പ്രേരണാ കുറ്റം ഷഹനയുടെ ഭർത്താവിനെതിരെ ചുമത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ തിരുവല്ലം പോലീസ് ആരംഭിക്കും. SK. താങ്ക് യു AV ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.